ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. YMCA കുന്നംകുളംൻ്റെ ഇങ്ങനൊരു പരിപാടിയിൽ കടന്നു വരുവാൻ തക്കോണം ദൈവം ഇടയാക്കിയതിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. YMCA പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി അംഗങ്ങൾ, ആദ്യമായിട്ട് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്നെ അറിഞ്ഞുകൂടാ എന്തുവാണ് ഇതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലായത്, പീഡാനുഭവ ആഴ്ചയിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു പീഡ അല്ലെങ്കിൽ ആ ഒരു വേദനകളിനകത്ത് പങ്കിടുവാൻ തക്കോണമാണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. എനിക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവിക ഹിതം പോലെ നാം എല്ലാവരും ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പാട്ടുകൾ കേൾക്കാറുള്ളത്. ആ പാട്ടുകൾ ആലപിച്ച സെൻറ്റ് സെബാസ്റ്റ്യൻ ചെർലയം പള്ളിയുടെ കുഞ്ഞുങ്ങൾ, YMCA കൊയർ, ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു സംഗതിയാണ് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത്, നമുക്ക് വചനം കേൾക്കാനായിട്ട് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഗതികളാണ്. സാധാരണ ഈ വചന സമയത്താണ് നാം എല്ലാവരും വെളിയിൽ വെള്ളം കുടിക്കാൻ പോകാനും, നമുക്ക് ബാത്റൂമിൽ പോകാനായിട്ട് മുട്ടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് പോകാനും, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യുന്ന സമയമാണ് ഈ ഒരു വചന ശുശ്രൂഷ. അപ്പോൾ ഈ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ കൂടുതൽ സമയം എടുക്കത്തില്ല. കുന്നംകുളം എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും ദൈവത്തെ മഹത്വീകരിക്കുകയും ആരാധനകളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അംശികൾ അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥമായ ഒരു എസൻസ് എല്ലാ രീതിയിലും എല്ലായിടത്തും കൺവെൻഷൻ്റെ ത്രൂ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ദേശത്ത് ബലഹീനനായിരിക്കുന്ന എന്നെ അവിടുന്ന് വിളിക്കുവാനായിട്ട്, അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് ഞാൻ ആദ്യമേ YMCA കമ്മിറ്റി അംഗങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഞാൻ എബിയേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ്, ശനിയാഴ്ച ഈ പരിപാടി വെക്കുമ്പോൾ വെള്ളിയാഴ്ചത്തെ എല്ലാ ആരാധനകൾക്ക് ശേഷം എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ ഉണ്ടായിരിക്കും എൻ്റെ ആരോഗ്യസ്ഥിതി. എന്നാലും എബിയേട്ടൻ വിളിച്ച സ്ഥിതിക്ക് ഞാൻ നോ പറയത്തില്ല. പക്ഷെ അവസാന നിമിഷം ഞാൻ ചിലപ്പോൾ നോ പറഞ്ഞെന്നിരിക്കും. വേറെ ഒന്നും കൊണ്ടുമല്ല, ആരോഗ്യത്താൽ അങ്ങനെ ക്ഷീണിതനായി പോവുകയാണെങ്കിൽ മാത്രമേ ഉള്ളെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ദൈവം നമുക്ക് അവിടുന്ന് ഏതെല്ലാം ഉത്തരവാദിത്തങ്ങൾ തരുവാണെങ്കിലും അത് സ്വീകരിപ്പാൻ തക്കോണം നമ്മളവിടുന്ന് മനസ്സ് കാണിച്ചാൽ നമ്മളവിടുന്ന് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നുള്ള പൂർണ്ണ വിശ്വാസവും, ആ ഒരു വിശ്വാസത്തിലാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനായിട്ട് ദൈവം അവിടുന്ന് ഇടയാക്കിയതായിട്ട് ഞാൻ അവിടുന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് നമ്മൾ ഈ ഒരു പ്രോഗ്രാം, പാഷൻ റിസൈറ്റൽ എന്ന പ്രോഗ്രാം ഇവർ തലക്കെട്ട് കൊടുത്തപ്പോൾ, ഈ തലക്കെട്ടിന് ഏത് രീതിയിൽ ഇത് പ്രസന്റ് ചെയ്യുന്നു എനിക്കത് മനസ്സിലാകാതിരുന്നപ്പോൾ ഒരു കാര്യം എൻ്റെ മനസ്സിനകത്തൂടെ കടന്നു പോയത്, കർത്താവിൻ്റെ പീഡാനുഭവം ഈ പാട്ടുകളിനകത്തൂടെ കൂടെ റെസിറ്റേഷൻ്റെ രൂപത്തിലായിരിക്കും അതിനകത്ത് പോകുന്നത്. എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഈ YMCയുടെ കാർഡ് അവിടെ നിന്ന് വന്നപ്പോൾ ഞാൻ അതിനകത്ത് എൻ്റെ പടം കണ്ടു, അതിന് മേളിൽ ഒരു സാധനവും കണ്ടു, എക്സോർട്ടേഷൻ എന്നെഴുതിക്കുകയും ചെയ്തു. അപ്പോൾ ആ പടം കണ്ടപ്പോൾ ഞാൻ ആദ്യമേ നോക്കിയത് ഈ എക്സോർട്ടേഷൻ്റെ അർത്ഥം എന്തുവാണ് ഞാൻ ആദ്യമേ നോക്കി. ആക്ച്വലി വാട്ട് ഐ എം ഗോയിങ് ടു ഡു. അപ്പോൾ എക്സോർട്ടേഷൻ്റെ അർത്ഥം ഞാൻ എടുത്തു നോക്കിയപ്പോൾ അതിനകത്തുള്ള അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയൊരു പബ്ലിക്കിൻ്റെ അടുത്തൊരു അഡ്വൈസ് കൊടുക്കുകയാണ്. നിങ്ങൾ പോയി ഇത് ചെയ്യണം എന്ന് ഒരു അഡ്വൈസ് കൊടുക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ദാറ്റ് ഐ ആം എ റോങ് പേഴ്സൺ ഫോർ ദിസ് എക്സോർട്ടേഷൻ. അപ്പോൾ ഞാനതിൻ്റെ മലയാളത്തിൽ അർത്ഥം നോക്കിയപ്പോൾ അതിനത് മനസ്സിലാക്കുന്നത് പ്രബോധനം എന്ന് എനിക്കത് കാണാനായിട്ട് സാധിച്ചു. കർത്താവായ യേശു ക്രിസ്തു ഇന്നേക്കും 105 ദിവസം മുമ്പേ ഈ വേദിയിലും പല വേദികളിനകത്തും നമ്മൾ ആഘോഷമായിട്ട് ആഘോഷിച്ച ഒരു ദിവസമാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജനനദിനം. ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു ജന്മദിനത്തിനാണ്. അന്നും ഇതേപോലെയൊക്കെ തന്നെയാണ് നമ്മൾ, അല്ലേ?
പാട്ട് പാടുന്നവരകത്ത് നിൽക്കും, പാട്ട് പാടിയവർ വെളിയിൽ പോയെന്നിരിക്കും. പാട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഗതിയാണ് വചനം കേൾക്കുക, അല്ലേ? കുഞ്ഞുങ്ങളുടെ അടുത്ത് നമ്മൾ ഈ വചനങ്ങൾ ഇങ്ങനെ പറയാം. വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ നമ്മളെ ഡിസിപ്ലിൻ എന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ പറയുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് പറയുന്നത്? മതി, ഞങ്ങൾക്ക് മതി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ 2 വേദഭാഗവും വായിച്ചപ്പോൾ Psalms 22 ആൻഡ് Matthew chapter 26 എന്ന് വായിക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഏകദേശം അവിടുന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു, അല്ലേ? എന്നെക്കാട്ടിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിവും പരിചയം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ വേദപുസ്തകം, അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഓരോ വേർഡ്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഓരോ പ്രോഗ്രാം അവിടുന്ന് സംഘടിപ്പിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിനകത്ത് 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിനകത്ത് നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് ക്രൂശിൽ തൂങ്ങി കിടക്കുമ്പോൾ അവിടെ നടക്കുന്നൊരു സംഭവമുണ്ട്. എന്താണ് നടക്കുന്നത്? യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ താഴെ അമ്മ മറിയം അവിടുന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, അല്ലേ? കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് പറയുന്നത്? ഈ യേശു പറയുന്നൊരു കാര്യം, നീ എന്തിനാ കരയുന്നേ അമ്മേ? അമ്മേ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ശിഷ്യൻ അടുത്ത് നിൽപ്പുണ്ട്. കുഞ്ഞിനെ ചൊല്ലിയാണ് ഈ അമ്മ കരയുന്നത്. ഈ കുഞ്ഞിനെ ചൊല്ലി എന്തിനാ ഈ അമ്മ കരയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറുപ്പം മുതൽ, അതായത് ക്രിസ്മസിന്റെ ആ രാത്രിയിൽ ഈ കുഞ്ഞിനെ കിടത്താനായിട്ടൊരു സ്ഥലമില്ലാതെ നിന്നപ്പോൾ ശീലകളിനത് ചുറ്റി തണുപ്പ് വരാതിരിക്കാൻ വേണ്ടി തൻ്റെ തുണിയെടുത്ത്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വസ്ത്രം എടുത്ത് ചുറ്റി ഈ കുഞ്ഞിനെ വളർത്തിയത്. മേളോട്ട് ഈ കുഞ്ഞ് വളർന്നു വന്നപ്പോൾ അതിന് വേണ്ടുന്ന രീതിയിൽ ഒരു സംരക്ഷണം കൊടുക്കുവാനായിട്ട് സാധിച്ചില്ലെങ്കിലും കുഞ്ഞൊരു കുടുംബത്തിനകത്ത് യോസേഫും മറിയയും ഈ യേശുവിനെ വളർത്തിക്കൊണ്ട് വന്ന ഒരു കുടുംബം, വളരെയധികമായ ഓമനിച്ച് വളർത്തിയ ഒരു കുഞ്ഞ് 33.5 വയസ്സിൽ അവിടുന്ന് എന്തോ ചെയ്യാൻ പോവുകയാണ്? അവിടെ ക്രൂശിൽ തൂങ്ങുന്നതായിട്ട് കാണുന്നതായിട്ട് നമുക്ക് അവിടുന്ന് സാധിക്കുന്നുണ്ട്. അവിടെ ഇന്ന് ഈ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 1 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്ത് ഒരാൾ നിലവിളിക്കുന്നുണ്ട്. ആരാ നിലവിളിക്കുന്നേ? നിങ്ങൾ കേട്ടായിരുന്നല്ലോ, അല്ലേ? 26, 1 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിനകത്ത് അതിനകത്ത് ഒരാൾ നിലവിളിക്കുന്നുണ്ട്. ആരാ നിലവിളിക്കുന്നേ? ജനങ്ങൾ ഏറ്റവും ഉച്ചത്തിൽ നിലവിളിക്കുക. എന്താണ് ജനങ്ങൾ വിളിക്കുന്നത്? എന്താ പറയുന്നത്? ഇവനെ ക്രൂശിക്കുക എന്നാണ് ജനങ്ങൾ പറയുന്നത്. നിലവിളിച്ചവരെ നമുക്ക് ഈ 26-ന് മുമ്പുള്ള അധ്യായങ്ങളിലും ലൂക്കോസിനകത്തും മർക്കോസിനകത്തും കാണാനായിട്ട് സാധിക്കും. ബർത്തിമായി അവിടുന്ന് നിലവിളിച്ചു, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവിടുന്ന് വിളിച്ചു. ബെത്സദ കുളത്തിന്റെ അടുത്ത് കിടന്ന് അവനോട് ചോദിക്കുന്നത്, നിനക്ക് ശുദ്ധമാകാനായിട്ട് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനും പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? എന്നെ ഇതിനകത്ത് കൊണ്ടിടാനായിട്ട് ആരുമില്ല. ഈ ജനങ്ങൾ എന്ന് പറയുമ്പോൾ സൗഖ്യം കിട്ടാനായിട്ട് നിൽക്കുന്ന ജനങ്ങൾ സൗഖ്യം കിട്ടിയതിന് ശേഷം ഇത് യേശുവാന്ന് മനസ്സിലാക്കാതെ പോയ ഒരു സാധ്യത, അല്ലെങ്കിൽ യേശു അല്ല ഇവൻ മനുഷ്യനാണ്, അതുകൊണ്ടാണ് ഈ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന അന്ധനായ മനുഷ്യനും ബർത്തിമായും അതേപോലെ കർത്താവ് യേശു ക്രിസ്തു ആരെല്ലാം സൗഖ്യമാക്കി അനുഗ്രഹിച്ച് മരിച്ചു കിടക്കുന്ന കുഞ്ഞിനെ പോയി ചെന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ എന്താണ്? മരിച്ചു കിടക്കുന്ന കുഞ്ഞു പോലും എഴുന്നേറ്റ് വന്ന് അവരുടെ മാതാപിതാക്കളും ഈ ജനങ്ങളിനകത്ത് ഇരിപ്പുണ്ട്. അവര് പറയുന്നില്ല, ഇത് പറയുന്നില്ല, ഇവൻ ദൈവത്തിന്റെ പുത്രനാണ്, ഇവനെ വിട്ടയക്കണം എന്ന് പറയുന്നില്ല. നിശബ്ദമാക്കുന്ന ഒരു ലോകത്തിലാണ് നാം എല്ലാവരും നിൽക്കുന്നത്. ഏത് രീതിയിലുള്ള ശബ്ദം ഉയർത്തണമെന്ന് നമുക്കറിയാതെ ചെറിയൊരു കൂട്ടം നിശബ്ദമായിരിക്കുമ്പോൾ വലിയൊരു കൂട്ടം അവിടുന്ന് നിലവിളിക്കുന്ന ഇവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് പറയുന്ന ഒരു കൂട്ടത്തിന്റെ മധ്യത്തിൽ നാം ആരുടെ കൂടെയാ നിൽക്കുന്നത്? ആ ജനങ്ങളുടെ കൂടെയല്ലേ ഇന്ന് നമ്മളും ക്രൂശിക്കാനായിട്ട് പറയുന്നത്? നാളെ നമ്മള് ഉയർപ്പിന്റെ ഒരു ഞായറാഴ്ചയായിട്ടാണ് കാണുന്നത്, അല്ലേ? ഈ ദിവസം വരെ നമ്മൾ ചെയ്യാത്ത പാവങ്ങളെല്ലാം ഇനി ഞായറാഴ്ച മുതൽ നമ്മൾ ചെയ്യാൻ പോവുകയാണ്, അല്ലേ?
സാധാരണ നോയമ്പെന്ന് പറയുമ്പോൾ ഭക്ഷണം വെടിയാന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ നോയമ്പ് അത് മാത്രമല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തികളും ദുർസ്വഭാവങ്ങളും ഈ 50 ദിവസങ്ങൾ മാറ്റി വെച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ നോയമ്പിന്റെ യഥാർത്ഥമായ ഒരു അർത്ഥത്തിലേക്ക് ഇന്ന് പോയിട്ട് നാളെ നമ്മുടെ ഉയർപ്പിലേക്ക് പോകുന്നത്. ഉയർപ്പിലേക്ക് പോകുമ്പോൾ തിരിച്ച് ആ ഉയർപ്പിന്റെ ശുശ്രൂഷ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വീണ്ടും മനസ്സിലാക്കുന്നത് എന്താണ്? എനിക്ക് ത്യജിക്കേണ്ടത് ത്യജിക്കുവാനും ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളുവാൻ തക്കോണം സാധിക്കുമാണെങ്കിൽ മാത്രമേ ഉള്ള ഈ 50 ദിവസത്തെ നോയമ്പും നമ്മുടെ ആരാധനകളും പാട്ടുകളും എല്ലാമായി തീരുന്നത്, അല്ലേ? ആ അർത്ഥങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു ജനതയായി പോകുന്നു എന്നൊരു ഒരു സംശയം നമ്മുടെ ഇടയിൽ എപ്പോഴും അവിടുന്ന് ഉണ്ടായിരിക്കുന്നുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് നാം എല്ലാവരും ഈ ഈസ്റ്റർ കഴിഞ്ഞതിന് ശേഷം ഓരോ ഞായറാഴ്ചകൾക്ക് ഓരോ പ്രത്യേകത കൊടുത്ത് അവിടുന്ന് പോകുന്നതായിട്ട് കാണുന്നത്. സ്വർഗാരോഹണം വരെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം വരെ യേശു കർത്താവ് ചെയ്തത്, അതായത് ഉയർത്തെഴുന്നേറ്റ് ചെയ്തത് എല്ലാം നമ്മൾ ഓരോ ഞായറാഴ്ചകളിൽ പഠിച്ച് മുമ്പോട്ട് ഏവങ്കേലിയോൻ ഭാഗമായിട്ട് അവിടുന്ന് കാണും. ഞാൻ ഇന്ന് ചോദിച്ചോട്ടെ, ഇവിടെ ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിനകത്ത് അവിടെ പഠിപ്പിക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും തമ്മിലുള്ള ഒരു ബന്ധമാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ YMCA 1888 തുടങ്ങിയെന്ന് പറഞ്ഞപ്പോഴും യങ് മെൻസ് ഫെലോഷിപ്പാന്ന് പറയുമ്പോഴും ഇന്ന് പാട്ടിനകത്ത് നിന്ന് എല്ലാ യങ് മെൻസിനോട് എനിക്ക് വലിയൊരു സല്യൂട്ടുണ്ട്. ഈ യങ് മെൻസിന് ഈ കുന്നുകുള പ്രദേശത്ത് ഇനിയും യങ് മെൻസിനെ കാണാനായിട്ട് സാധിക്കണം. മുട്ടുകുത്തുവാനായിട്ട് കുഞ്ഞുങ്ങൾ ഇന്ന് കടന്നു വരുന്നുണ്ടോ? വചനം കേൾക്കാനായിട്ട് കുഞ്ഞുങ്ങളും യുവജനങ്ങളും ഇന്ന് കടന്നു വരുന്നുണ്ടോ? അതാണ് ഇന്ന് ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. തൻ്റെ ശിഷ്യനോട് പറയുന്നൊരു കാര്യമുണ്ട്. അമ്മേ, ആര് നോക്കിക്കോളും ഇനി മുതൽ നിന്നെ? ഈ ശിഷ്യൻ നോക്കിക്കോളും. ശിഷ്യനോട് പറയാ എന്താണ് പറയുന്നത്? എൻ്റെ അമ്മേ നോക്കിക്കോണം എന്നാണ് പറയുന്നത്. നാം ഇന്ന് ഓൾഡ് ഏജ് ഹോമിന്റെ കാലഘട്ടത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മറന്നുപോകുന്ന ഒരു ബന്ധമുണ്ട്. എന്താണ്? അപ്പനും അമ്മയും കുഞ്ഞുങ്ങളുമുള്ള ഒരു ബന്ധം മറന്നു പോകുന്നോണ്ടാണ് ഇന്ന് എന്ത് സംഭവിക്കുന്നത്? ഓൾഡ് ഏജ് ഹോമിന്റെ നമ്പറുകൾ അവിടുന്ന് കൂടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങളും, അതുകൂടാതെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? വിശുദ്ധ വേദപുസ്തകം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഇതങ്ങ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ കയ്യിലെങ്ങും വേദപുസ്തകം ഇല്ലാതെ അങ്ങ് പോകുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 27 മുതൽ 29 വാക്യങ്ങളിനകത്ത് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനെ ചൊല്ലി അവിടുന്ന് സ്ത്രീകൾ അവിടുന്ന് കരയുകയായിരുന്നു. അവിടുന്ന് കരയുമ്പോൾ ഈ കർത്താവ് യേശു പറയുന്നൊരു കാര്യമുണ്ട്. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി എന്തിനാ കരയുന്നത്? നിങ്ങൾ ആരെ ചൊല്ലിയാ കരയേണ്ടത്? നിങ്ങളെ തന്നെ ചൊല്ലി കരയുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് 20 മിനിറ്റ് എനിക്ക് തന്നിട്ടുണ്ട്. 20 മിനിറ്റിനകം ഞാൻ തീർത്തോളാം. നിങ്ങളെ തന്നെ ചൊല്ലി കരയുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുക. ഇന്ന് എല്ലാവരും ഫാസ്റ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്, അല്ലേ? ഫാസ്റ്റ് ഫുഡ്, ഫാസ്റ്റ് വണ്ടി, സ്മാർട്ട് ഫോൺ, സ്മാർട്ട് 5G, ആ ലോകത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്ന് കുന്നുകുളത്ത് മാത്രമല്ല, നമ്മൾ ഏത് റോഡിലോട്ടും ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സിഗ്നലിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് കാണുന്നത്? ആർക്കും നിൽക്കാനുള്ള ഒരു സമയമില്ല. ട്രാൻസ്പോർട്ടുകാരനും പ്രൈവറ്റുകാരനും ആണെങ്കിൽ അവർക്കാണെങ്കിൽ ഒട്ടും നിൽക്കാനുള്ള സമയമില്ല. അവിടെ റെഡ് ലൈറ്റ് കത്തിക്കൊണ്ടിരുന്നാലും അവൻ പുറയുന്ന എന്തോ ചെയ്തുകൊണ്ടിരിക്കും, ഓൺ അടിച്ചുകൊണ്ടിരിക്കും, അല്ലേ? ഇന്ന് സമയമില്ലാത്ത ലോകത്തിലാണ് നാം എല്ലാവരും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് വീടുകളിൽ ഭക്ഷണമില്ല. അതുകൊണ്ടാണ് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഇടവും വലവും കാണുന്നത് എന്താണ്?
വീട്ടിലെ ഊണ് തയ്യാറായിരിക്കുന്നു. വീട്ടിൽ ഊണില്ലാത്തോണ്ടാണ് വീട്ടിലെ ഊണില്ലാത്തത്. ഇന്ന് ഭാര്യ ഭർത്താക്കന്മാർ ജോലിക്കാരാണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്ന തലമുറകളാണ്. അതുകൊണ്ടാണ് പറയുന്നത്, യെരുസലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട യാതൊരു ആവശ്യവുമില്ല. ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. തിരിച്ചു മടങ്ങി പോകുമ്പോൾ അമ്മമാരുടെ ഒരു റിക്വസ്റ്റ് ഉള്ളതും അപ്പച്ചന്മാരുടെയും അപ്പന്മാരുടെയും എൻ്റെ സഹോദരന്മാരുടെ റിക്വസ്റ്റ് ഉള്ളത് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരിച്ചു മടങ്ങിപ്പോയി ഇന്ന് രാത്രി സംഭവിക്കത്തില്ലായിരിക്കും, നാളെ ആണെങ്കിൽ നമ്മളെല്ലാവരും, ചിലവർ ഇന്ന് തന്നെ മേടിച്ച് വെച്ച് കാണും, പോത്തും ആടും കോഴിയൊക്കെ മേടിച്ച് വെച്ച് കാണും. പിന്നെ നമ്മുടെ ഈ കുന്നുകുളത്ത് പല ഗ്രൂപ്പ്സ് ഉണ്ട്, അക്കല ഗ്രൂപ്പ്, മീൻ ഗ്രൂപ്പ്, ഫിഷ് ഗ്രൂപ്പ്, എല്ലാം വെട്ടിക്കൊണ്ട് അവർ വീട്ടിൽ കൊണ്ട് തരികയും ചെയ്യും. ഒറ്റ ഒരു ആഗ്രഹം ഇന്ന് ഈ അച്ഛൻ പറഞ്ഞിട്ട് പോകുവാണ്, നാളെ പപ്പയും മമ്മിയും ഒരുമിച്ച് അടുക്കളയിലോട്ട് കയറി ആ ബീഫ് കറി അങ്ങോട്ട് വെക്കുക, ഉള്ളി അരിയാനായിട്ട് സഹായിക്കുക, തേങ്ങ കൊത്തങ്ങോട്ട് ഇടുക, ഇഞ്ചി അങ്ങോട്ട് ചതയ്ക്കുക, വെളുത്തുള്ളി ചതച്ച് കാണിക്കുക തൻ്റെ കുഞ്ഞിനെ. എന്താണ്, ഞാൻ എപ്പോഴും ഇതിന്റെ മുമ്പിലല്ല മോനെ, ഇതാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുമാണെങ്കിൽ മാത്രമേ ഇന്നത്തെ ഈ റിസൈറ്റൽ പാഷന് ഒരു അർത്ഥമുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ YMC ഒരു പരിപാടി നടത്തി, നാളെ പത്രത്തിൽ വരും, CCTV ന്യൂസിനകത്ത് വരും, അച്ഛൻ ഇങ്ങനെ വന്ന് പ്രസംഗിച്ചിട്ട് പോയി, നല്ലതായിരുന്നു, നമ്മളെല്ലാം കഴിഞ്ഞ്. ഇന്ന് ഭക്ഷണം അങ്ങനെ ഒന്നും ഇല്ലായിരിക്കും, അല്ലെങ്കിൽ അതിലും നല്ലതാവും. ഒരു പരിപാടി ഭംഗിയാക്കണമെങ്കിൽ, എബിയേട്ടാ, ഒരു പരിപാടി ഭംഗിയാക്കണമെങ്കിൽ ഭക്ഷണം നല്ലതായിട്ടും കൊടുത്താൽ മതി. തിരിച്ചിറങ്ങി പോകുമ്പോൾ എല്ലാവരും പറയും, എന്തു പറയും, ഇന്നത്തെ പരിപാടി ഉഗ്രനായിരുന്നു. ആ ഒരു ലോകത്തിലാണ് നമ്മൾ എല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത്, ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഇന്ന് സംസാരിച്ചത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ദൈവം അവിടുന്ന് 23-ാം അധ്യായം അതിന്റെ 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിനകത്ത് നമുക്ക് കാണുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനെ കൊണ്ട് ക്രൂശിച്ചു. ക്രൂശിച്ചതിന് ശേഷം അവന്റെ ഇടവും വലവും ആരാ നിൽക്കുന്നത്? 2 കള്ളന്മാരുണ്ട്. ഈ 2 കള്ളന്മാരും ആ ക്രൂശിൽ നിന്ന് എന്താണ് ചെയ്യുന്നത്? 2 പേർക്കും 2 ആഗ്രഹമുണ്ട്, അല്ലേ? നമുക്കെല്ലാവർക്കും പള്ളിയിൽ പോകുമ്പോൾ ഒരു ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? ചിലവർക്ക് ചെറിയൊരു കുഞ്ഞിക്കാലിനെ കണ്ടാൽ കൊള്ളാമുണ്ട്, അല്ലേ? കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു കുഞ്ഞിക്കാലൊക്കെ കണ്ടു കാണും. ചിലവർക്ക് കോഴിക്കാല് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചിരിക്കാൻ വേണ്ടി മാത്രമല്ല, പ്രയാസപ്പെടുന്നവരും ദുഃഖപ്പെടുന്നവരും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമായിരിക്കുന്നു, നിരാശയിലുമായിരിക്കുന്നു, ഒരു നേരത്തെ ആഹാരം കിട്ടാതിരിക്കുന്നവർക്ക് ഒരു കോഴിക്കാല് കിട്ടാനായിട്ട് അവർ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ലോകത്തിലേക്കാണ് നാം എല്ലാവരും കിടന്നത്. അതിന്റെ മധ്യത്തിലാണ് ഇന്നേക്ക് ഒരു 105 ദിവസം മുമ്പ് നമ്മളെല്ലാവരും പാടി ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് പാടി ആഘോഷിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലായി, ഈ യേശു കർത്താവിന്റെ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്, അല്ലേ? യേശു അല്ലാതെ നിങ്ങൾ വിശ്വസിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? അൾട്ടിമേറ്റ്ലി, അല്ലേ, നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങോട്ടാ പോകുന്നത്? യേശു കർത്താവിന്റെ അടുത്തിൽ ചെന്നാണ് നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നത്, അല്ലേ? ആ ഒരു യേശു കർത്താവിന്റെ കൂടെ നടക്കുകയാണ് നമ്മളും. ഈ കഴിഞ്ഞ 104 ദിവസവും നമ്മൾ നടന്നു, അല്ലേ? നമ്മൾ നടന്ന് അവനെ ക്രൂശിക്കാൻ പോയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഞാനറിയത്തില്ല, എനിക്ക് അതിനകത്തൊന്നും അറിയില്ല. ഇവിടെ 2 കള്ളന്മാർ ഇടവും വലവും മുമ്പിലും ഇടത്തും വലത്തും നിൽക്കുന്നതായിട്ട് നമുക്ക് 2 സന്ദേശങ്ങളാണ് തരുന്നത്, അല്ലേ? ഇടത്ത് നിൽക്കുന്നവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് പറയുന്നത്? എന്താ പറയുന്നത്? എടുത്ത് നിൽക്കുന്നവൻ ഒരു കാര്യം പറയുന്നു. അവൻ പറയുന്നത്, ഞാൻ കള്ളൻ, നീയും ക്രൂശിൽ കിടപ്പുണ്ട്, നിന്നേൻ രക്ഷിക്കുക, എന്നേൻ രക്ഷിക്കുക. ഒരു കള്ളൻ അടുത്തൊരു മനുഷ്യൻ അറിയാം ഇവന് രക്ഷിക്കാനായിട്ട് സാധിക്കും എന്ന് പറയുമ്പോൾ, അപ്പോൾ അവൻ എന്താ ചെയ്യുന്നത്? മറ്റവനെ എന്താക്കുകയാണ്? കള്ളനാക്കുക. അതെന്തുകൊണ്ടാണ് കള്ളനാക്കുന്നത്? ഇഫ് യു ആർ എ മസായ,
യു സേവ് യോർ സെൽഫ് ആൻഡ് യു സേവ് മീ ഓൾസോ. അവൻ അറിയാം അവൻ തെറ്റുകാരനാണെന്ന്. അവൻ കാണിച്ചു കൊടുക്കുന്നത് എന്താണ്? നമ്മൾ രണ്ടുപേരും ഒരേ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. രണ്ടുപേരും ഒരേ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നിന്റെ കൈ ശക്തിയുണ്ട്. എന്തിന് രക്ഷപ്പെടാനായിട്ടുള്ള ശക്തിയുണ്ട് എന്ന് അവൻ അറിയാം. വലത്തുവശത്ത് നിൽക്കുന്നവൻ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അവനെ ശാസിക്കുന്നതായിട്ട് കാണും. ആരെയാ? ഈ അടുത്ത് നിൽക്കുന്നവനെ. അവനോട് പറയുന്നൊരു കാര്യമുണ്ട്. മണ്ട, നീ എന്തോടെ പറയുന്നത്? ഈ നീതിമാനായ മനുഷ്യൻ, ഈ യേശു എന്ന് പറയുന്ന മനുഷ്യൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാനാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. ആരാ? ഞാനാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. നീ രക്ഷപ്പെടണം. ആര്? യേശു. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങളുടെ ശമ്പളം കിട്ടണം. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. രണ്ട് കള്ളന്മാരെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്തു. ഏത് വശത്താണ് നിങ്ങൾ നിൽക്കുന്നത്? ഇടത്താണോ വലത്താണോ? ആരുടെ ആഹ്വാനമാണ് നിങ്ങളുടെ മനസ്സിൽ കയറുന്നത്? ഇടത്ത് നിൽക്കുന്നവന്റെ കൂടെയാണോ? ബാ, നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. അതോ വലത്ത് നിൽക്കുന്നവന്റെ ഭാഗത്താണോ? ദൈവമേ, ഞാൻ പാപിയാണ്, എന്നെ രക്ഷിക്കണം. അവിടെ അവൻ അത് ഏറ്റു പറയുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് പറഞ്ഞത്? ഇനി ഇന്ന് മുതൽ നീ പറുദീസായിൽ എൻ്റെ കൂടെ ഇരിക്കും. അല്ലേ? അതല്ലേ പറഞ്ഞത്? നമുക്ക് എത്ര പേർക്ക് പറുദീസായിൽ ഇരിക്കാൻ ആഗ്രഹമുണ്ട്? ഇവിടെ കുന്നുകുളംകാർക്ക് ഓൾറെഡി പറുദീസ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? പോട്ടെ, സ്വർഗത്തിൽ പോകാനായിട്ട് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അതും ഇത്രയേ ഉള്ളല്ലേ? അതുകൊണ്ടാ നമ്മളൊരു പാട്ട് പാടുന്നത്. ഞാൻ ഈ എബി ഏട്ടനോട് പറഞ്ഞ ഒരു കാര്യം, ഞാൻ ബലഹീനനാണ്, ഞാൻ പറഞ്ഞ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം തമ്പുരാൻ ഇത്രയും മലയാളം പറയാനായിട്ട് കുന്നുകുളത്ത് വന്നിട്ടാണ് അത് പഠിച്ചത്. അത് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ ഭാഷയിൽ നമ്മളെയൊക്കെ ഞങ്ങൾ ഫോറിനേഴ്സാണ്. എൻ്റെ നാട്, ഞങ്ങളൊക്കെ ബേസ് കൊല്ലം കുണ്ട്രയാണെങ്കിലും ഞാൻ ജനിച്ചു വളർന്ന രാജസ്ഥാനാണ്, ഉദയ്പൂർ. അപ്പോൾ നമുക്ക് ഈ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. എന്തോത്തിനാ? ഇവിടെ നല്ല വെള്ളം കിട്ടും, ഇവിടെ നല്ല പഴംപൊരി കിട്ടും, നല്ല ബോണ്ട കിട്ടും, നല്ല പരിപ്പുട. ഇത് കിട്ടും എന്ന് ഞാൻ പറയുന്നത് അത് മാറ്റട്ടെ. കിട്ടുമായിരുന്നു. ഇപ്പൊ എല്ലാ പഴംപൊരിക്കും വടയ്ക്കും ബോണ്ടയ്ക്കും ബംഗാളി ചെവയാണ്. അതുകൊണ്ട് രാജസ്ഥാൻകാരനായിരിക്കുന്നത് എനിക്കത് ഇഷ്ടമാണ്. കാരണം ബംഗാളിയാ നമ്മളും, നിങ്ങളുടെ ഭാഷയിൽ നമ്മൾ, ഇല്ലേ? അപ്പോൾ ആ ഒരു തരത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ പാട്ടുകൾ പാടി സ്വർഗത്തിലേക്ക് പോകാനായിട്ട് അവിടുന്ന് ആഗ്രഹിച്ചിരിക്കും, അല്ലേ? അതുകൊണ്ടാണ് പാട്ടുകാരും പാടി, സാരി സൃഷ്ടി കെ മാലിക് തുമീ ഹോ, സാരി സൃഷ്ടി കെ രക്ഷക് തുമീ ഹോ, करते हैं तुझको सादर प्रणाम, गाते ही तेरे ही गुणगान, हालेलुया, 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 നമ്മൾ പാട്ട് പാടുമ്പോൾ സ്വർഗത്തിൽ പോകാനുള്ള ആഗ്രഹത്തോടാണ് നമ്മൾ പാടുന്നത്. ദൈവിക സന്നിധിയിൽ നാം എല്ലാവരും കടന്നു വരുമ്പോൾ, കള്ളന്മാരുടെ വശത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, നാളെ പുലർച്ചെ നമുക്കൊരു പുതിയൊരു രൂപാന്തരപ്പെടുത്തുവാനായിട്ട് പോകുമ്പോൾ, ഇന്നലത്തെ ക്രൂശീകരണം നമ്മുടെ ജീവിതത്തിൽ അർത്ഥമായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ ഒരു പരിപാടി നമ്മുടെ മുമ്പിൽ സംഘടിപ്പിക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ ഇവിടുന്ന് ഇടയാക്കി. 3 കാര്യങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടുന്ന് വിരാമം കുറിക്കുന്നു. ഇടത്ത് നിൽക്കുന്നവൻ എന്തായിരുന്നു? ഒരു റിബല്യനായിരുന്നു. അവൻ എപ്പോഴും എന്തായിരുന്നു?
അവൻ എപ്പോഴും റിബല്ലസ് മോമെന്റിൽ അല്ലെങ്കിൽ റിബല്യൻ ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. രണ്ടാമത് വലത്ത് നിൽക്കുന്നവന്റെ വീണ്ടെടുപ്പിന്റെ ഒരു കുരിശായിരുന്നു അല്ലെ, വീണ്ടെടുക്കുവാനുള്ള ഒരു കുരിശാണ്. ആ നടുക്ക് നിൽക്കുന്നത് അനുതാപത്തിന്റെയും അനുഗ്രഹത്തിന്റെയും കുരിശായി തീരുവാൻ തക്കവണ്ണമാണ് 3 കുരിശുകൾ നമുക്ക് മുമ്പിൽ കാണാനായിട്ട് സാധിച്ചു. ഇന്നും ഈ ലോകത്തിൽ 3 ക്രൂശുകൾ എപ്പോഴും ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന കുടുംബത്തിൽ തിരിച്ചു മടങ്ങി പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നുറുങ്ങിയിരിക്കുന്ന ഏതെങ്കിലും ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി കൊണ്ട് തീർത്ത് നാളെ പുലർച്ചയ്ക്ക് നിങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ മുറിക്കപ്പെടുന്ന അപ്പത്തിനകത്ത് അംശികളായി തീരുവാനായിട്ട് അർത്ഥം വരണമെങ്കിൽ, രൂപാന്തരം വരണമെങ്കിൽ, പറുദീസയിൽ ഇരിക്കണമെങ്കിൽ എന്തോ ചെയ്യണം? ഒന്ന് ചെന്ന് പറയണം, സഹോദര, അപ്പ, മോളെ, മോനെ, പഴയതെല്ലാം നമുക്ക് മറക്കാം. ഇന്നലെ കർത്താവ് നിനക്കും എനിക്കും വേണ്ടി ക്രൂശിൽ കയറി, അതിന്റെ അപ്പുറം ഒന്നുമില്ല കുഞ്ഞുങ്ങളെ എന്ന് പറയാനായിട്ട് സാധിക്കണം. ദൈവിക സന്നിധിയിൽ നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കുമാണെങ്കിൽ മാത്രമേ ഉള്ള ഇന്നത്തെ ഈ ഒരു എക്സോർട്ടേഷനും ഇന്നലത്തെ ആരാധനകളും നാളെ നടക്കാൻ പോകുന്ന ആരാധനകൾക്ക് ഒരു അർത്ഥമുണ്ടാകുന്നു. അല്ലെങ്കിൽ അർത്ഥമില്ലാത്തൊരു ലോകത്തിലേക്കാണ് നാം അവിടുന്ന് കടന്നു പോകാനായിട്ട് നമ്മൾ പോകുന്നത്. അർത്ഥപൂർണമായ ഉള്ള ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കോണം മാതാപിതാക്കളും കുഞ്ഞുങ്ങളും സഹോദരന്മാരും തമ്മിലുള്ള ബന്ധങ്ങൾ അവിടുന്ന് പുതുതായി തീർക്കുവാൻ തക്കോണം അവിടുന്ന് ഇടയാക്കട്ടെ. ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്നതാരിതാ പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നു, പ്രാണനാഥൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ പാട്ടിന്റെ വരികൾ നമുക്കൊന്ന് പാടാം. ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്നതാരിതാ പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കോ ഞാനെന്നും. ദൈവത്തിൻ ജീവിക്കും